സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. പോർഷെ ലംബോർഗിനിയൊക്കെ ഓടിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അതാ എനിക്ക് പോർഷെ കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് ഓടിക്കാൻ പോവുകയാണ്. സ്പോർട്സ് കാറൊക്കെ ഓടിച്ചപ്പോ ഭയങ്കര ഒരു ത്രില്ല്. അതെ, അതിന്റെ സൗണ്ടൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ എന്നുള്ള എരപ്പൊക്കെ. ബസ്, ലോറി, ട്രെയിലർ, ട്രാക്ടർ, എക്സ്കവേറ്റർ, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, റോഡ് റോളർ, ട്രാക്ടർ, അങ്ങനെയല്ല ഇപ്പൊ പെട്രോളിയം വണ്ടി ഓടിക്കാനുള്ള ഹസാർഡസ് ലൈസൻസ് വരെയുണ്ട്. എന്നെ കണ്ടിട്ട് എല്ലാ ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ അതിലാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത്. എനിക്കൊരു പ്രായം നമുക്ക് ഓടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചുകൂടാ? അങ്ങനെയുള്ളൊരു തോട്ട് എല്ലാ കുട്ടികൾക്കും ആയിട്ടുണ്ട്. കണ്ടെയ്നർ വെച്ചിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് എന്ത് വലിയ ആൾക്കാരൊക്കെ എനിക്ക് വഴിയിൽ വന്ന് കൈ ഷെയ്ക്കാണ്ട് തരണമായിരുന്നു. ആ ടേണിങ് അമ്മ എടുത്തത് കണ്ടാ മതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബോംബെന്നൊക്കെ വന്ന് ഇവിടെ നിന്ന് ലൈസൻസ് എടുക്കുന്ന കുട്ടികളെ പഠിക്കുന്നവര്. ഇങ്ങനെ ഹെവി വെഹിക്കിൾ ഒക്കെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളുണ്ടാവല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തിലും നമ്മൾ പേടിച്ചിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ലെങ്കിലും സംഭവിക്കും. അതിപ്പോ എനിക്കും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടതിന് പകരം പോയി കാല് കൊടുക്കും. അങ്ങനെ കുറെ കസേരകളൊക്കെ കളഞ്ഞിട്ടൊക്കെ റോഡിലിറങ്ങുമ്പോ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ കണ്ണടച്ചിരുന്നു എന്നിട്ട് കൈയൊക്കെ വിട്ടിട്ട് കണ്ണും പൂട്ടിയിരുന്നിട്ടുണ്ട്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ ഈ റോഡിൽ ഇറങ്ങുമ്പോൾ ഈ ഹെവി വെഹിക്കിളൊക്കെ കാണുമ്പോൾ അത് ഓടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു മാസ് ഫീലിംഗ് ഒക്കെ തോന്നാറില്ലേ? അങ്ങനെ ഒരു മാസ് ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. വേറെ ആരുമല്ല, മണിയമ്മ. ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ അമ്മമാരെ പോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അല്ല. ഇവിടെ ഹെവി ഐറ്റംസ് മാത്രം ഡീൽ ചെയ്യുന്ന ഒരാളാണ് അല്ലേ അമ്മ? വെൽക്കം ടു ദി ഷോ അമ്മ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തന്നതിന്. എങ്ങനെയാണ് അമ്മ ഈ ഒരു ക്രേസ് എവിടെ നിന്ന് തുടങ്ങി? ചെറിയ വണ്ടിയിലാണ് തുടങ്ങിയത്. ആദ്യം ചെറിയ വണ്ടിയിൽ ലൈസൻസ് എടുത്താലേ വലിയ വണ്ടിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 81-ലാണ് 4 വീലർ ലൈസൻസ് എടുത്തത്. പിന്നെ 88-ല് ബസ്, ലോറി അതൊക്കെ എടുത്ത് ഒരു 2014 ആയപ്പോഴാണ് ഈ ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെ ഒരു ഇതായെന്ന് വെച്ചാൽ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമായി വന്ന് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രക്ഷനിലും ഇത്രയും എക്യുപ്മെന്റ്സ് കൊണ്ടാണ് വർക്കെല്ലാം ചെയ്യണത്. അപ്പൊ അങ്ങനെ എല്ലാം വന്നപ്പോൾ എൻ്റെ പേരിൽ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പൊ ഞാനൊരു ഇൻസ്ട്രക്ടർ ആവണമെങ്കിൽ ഞാൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ എത്തിപ്പെട്ടത്. ഈ ഹെവി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് പറയണം ആൾക്കാരൊക്കെ ഒന്ന് കേട്ടോട്ടെ. ബസ്, ലോറി, ട്രെയിലർ, ട്രാക്ടർ, JCB എന്ന് പറയുന്ന എക്സ്കവേറ്റർ, ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, റോഡ് റോളർ, ട്രാക്ടർ, അങ്ങനെയെല്ലാം ഇപ്പൊ പെട്രോളിയം വണ്ടി ഓടിക്കാനുള്ള ഹസാർഡസ് ലൈസൻസ് വരെയുണ്ട്. എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ സാധാരണ ആൾക്കാരുടെ കയ്യിലൊന്നും കാണാത്തൊരു സാധനമാണ് അല്ലേ? അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇപ്പൊ ഞാൻ ഇത് ഓടിച്ച് ഇങ്ങനെ ലൈസൻസ് എടുത്ത് കുറച്ചൊക്കെ ഓടിക്കാനും ഒക്കെ തുടങ്ങിയെങ്കിലും എന്നെ കണ്ടിട്ട് എല്ലാ ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ അതിലാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത്. എനിക്ക് ഇപ്പൊ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കുറെ ധാരാളം അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഓരോരുത്തർക്കും ഒരു ലേഡി എന്നതിലുപരി ഏറ്റവും പ്രായമുള്ള ഒരാളെന്നുള്ള ആ ഒരു ഇതിലും കൂടിയാണ് എനിക്ക് ഈ അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുള്ളത്. അമ്മയ്ക്കിപ്പോ എത്ര വയസ്സായി? എനിക്കിപ്പോ 74 വയസ്സായി. 74 ഗൈസ്, ഗോൾഡൻ 74. ഇത്രയും ഒരു ബെഞ്ച് മാർക്ക് പോലത്തെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. പിന്നെ അതിൽ പ്രത്യേകിച്ച് ഇതൊക്കെ മടിച്ച് കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ധൈര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ ലേഡിക്ക് ഓടിക്കാമെങ്കിൽ ഇത്രയും പ്രായം നമുക്ക് ഓടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഓടിച്ചുകൂടാ? അങ്ങനെയുള്ളൊരു തോട്ട് എല്ലാ കുട്ടികൾക്കും ആയിട്ടുണ്ട്. കുട്ടികളെന്നല്ല, ഇപ്പൊ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഇച്ചിരി വലുതായി കഴിയുമ്പോ അവര് ഫ്രീ ആയി. അപ്പൊ കുട്ടികൾ വല്ല പുറത്തോട്ടൊക്കെ പഠിക്കാൻ പോയാൽ പിന്നെ അമ്മമാരുടെ കാര്യം കഷ്ടമാണ്. അപ്പൊ അവരും ഒക്കെ ഇപ്പൊ ഈ ഇത്തരം വലിയ വണ്ടികൾ ഓടിക്കുന്ന ജോലിയിലോട്ടൊക്കെ ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഇവിടെ വന്നപ്പോ തന്നെ നമ്മള് ഫസ്റ്റ് നോട്ട് ചെയ്ത സാധനമാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളില് മെയിൻ ഒരു പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വലിയ ഹെവി ലോറിയും ക്രെയിനും ഒക്കെ ഇങ്ങനെ ഓടിക്കുന്ന കാണുമ്പോഴത്തേക്ക് കാണാൻ തന്നെ ഒരു കൗതുകമാണ്. ബോംബെന്നൊക്കെ വന്ന് ഇവിടെ ലൈസൻസ് എടുക്കുന്ന കുട്ടികളെ പഠിക്കുന്നവരുണ്ട്. ഓ അത് ശരി.
അതെങ്ങനെയാ മണിയമ്മനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ്? അതെ, കൂടുതലും ഈ യൂട്യൂബിൽ ഇതിലൊക്കെ കണ്ടിട്ടാണ് കൂടുതലും അങ്ങനെ. ഇപ്പൊ ഒരു വലിയ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ വളരെ കുറവാണ്. പിന്നെ ഒരു പരിചയമില്ലാത്തടത്ത് പോയാല് എങ്ങനെയിരിക്കും എന്നുള്ളൊരു പെണ്ണുങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പൊ ഇത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഇത്രയും വർഷം 45 വർഷത്തിന് മേലെയായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന യാതൊരു വിധത്തിലും വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്ത് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അതിന്റെ തലപ്പത്ത് ഞാനും ഉണ്ടല്ലോ, അതാണ് ആൾക്കാർക്കൊരു വിശ്വാസത്തിന്. അത്രയും പ്രായമായ ഒരു ലേഡി ഒരു തട്ടിപ്പിൽ അങ്ങനെ ഇരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. ഇത്രയും ഹെവി വെഹിക്കിൾസ് ഒക്കെ ഡീൽ ചെയ്തില്ലേ, മണിയമ്മയുടെ ഫേവറേറ്റ് ഏതാണ്? ഞാൻ എന്റെ ഫേവറേറ്റ് ഞാൻ ഇഷ്ടമായിട്ട് ഓടിച്ചോണ്ട് നടക്കുന്ന 2 വീലർ തന്നെയാണ്. അതെ, ഞാൻ എല്ലായിടത്തും പോണത് ഞാൻ 2 വീലറിൽ തന്നെയാണ്. പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് പോകുമ്പോ കാറിലായിരിക്കും. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഈ വണ്ടികളിലൊക്കെ എനിക്ക് ഓടിക്കാൻ ഇഷ്ടം ഫോർക്ക് ലിഫ്റ്റ് ആണ്. ചെറിയ വണ്ടിയാണ്, അതിന്റെ തന്നെ ഹൈ റീച്ച് ഉണ്ട്. അതും വളരെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള കുറെ റിസ്ക് ഉള്ള വണ്ടിയാണ് ഹൈ റീച്ച് എന്ന് പറയുന്നത്. അതുപോലെ വളരെ വില കൂടിയതാണ്. കറണ്ടിലാണ് വർക്ക് ചെയ്യണത്. 360 ബാറ്ററി ഉണ്ട്. 360 ഡിഗ്രിയിൽ കറങ്ങി ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന. പക്ഷെ നല്ലതായിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമ്മള് ചെരിയണനുസരിച്ച് അത് ചെരിയും, ഇത് വരണനുസരിച്ച് അതെ അതെ, ഒരു ടോയ് പോലെയാണ്. എന്നാലും അതിന്റെ കോസ്റ്റൊക്കെ വിചാരിക്കുമ്പോ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനം. ഇതിലിപ്പം ശരിക്കും ഡേഞ്ചർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഉണ്ടോ? ശരിക്കും ഇതൊക്കെ ഡേഞ്ചർ എല്ലാത്തിലും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ 2 വീലർ ഓടിക്കുന്നതിലും ഡേഞ്ചർ ഇല്ലേ, അങ്ങനെ എല്ലാ വണ്ടിയിലും ഡേഞ്ചർ ഉണ്ട്. ഇപ്പോഴത്തെ എക്യുപ്മെന്റ്സ് എന്തൊക്കെ പറഞ്ഞാല് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. പണ്ടത്തെ വണ്ടികള് ഇപ്പൊ ഒരു സ്റ്റിയറിംഗ് തിരിക്കണമെങ്കിൽ തന്നെ നല്ല നെഞ്ചു വേദനയാണ്. എന്റെ പണ്ടത്തെ ആൾക്കാർ പറയാം, എന്റെ മോൻ നെഞ്ചു പൊട്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്ന കാശാണെന്ന് പറയും. സ്റ്റിയറിംഗ് ഒക്കെ അത്ര ഇപ്പൊ അങ്ങനെയല്ല, സ്റ്റിയറിംഗ് ഒക്കെ പവർഫുൾ ആണ്. ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പൊ ഈ എക്സ്കവേറ്റർ എന്നൊക്കെ പറയണ വണ്ടിയും പണ്ടത്തെ അപേക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നല്ല സ്മൂത്ത് ആണ് വണ്ടി. ഇപ്പം ഈ ചെറിയ വണ്ടികളിലേക്ക് വരുമ്പോഴേ, കാറാണല്ലോ എപ്പോഴും യൂസ് ചെയ്യുന്നത്, അതിൽ ശരിക്കും ഈ കാറിലൊക്കെ ഒരു ക്രേസ്, ഇന്ന മോഡൽ അങ്ങനെയൊക്കെ ഉണ്ടോ? സ്പോർട്സ് കാറൊക്കെ ഓടിച്ചപ്പോ ഭയങ്കര ഒരു അതെ അതെ, അതിന്റെ സൗണ്ടൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ എന്നുള്ള എരപ്പൊക്കെ തീർച്ചയായിട്ടും ഭയങ്കര ക്രൈസായിട്ട്. എന്നോട് ഇപ്പോഴും പിള്ളേരൊക്കെ അത് ആരുടെങ്കിലും വണ്ടി കിട്ടുമ്പോഴാണ് അങ്ങനെ ഓടിക്കുന്നത്. അപ്പൊ അവരൊക്കെ പിള്ളേരൊക്കെ പറയും, മണിയമ്മ ഓടിക്കണോട്ടാ, സ്പോർട്സ് കാർ ഓടിക്കണോട്ടാ എന്നങ്ങനെ കുട്ടികളൊക്കെ പറയാറുണ്ട്. ഈ ശരിക്കും ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഈ സ്പോർട്സ് കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുമ്പോ ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? കുറച്ച് ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ അത് കുറച്ച് തിരക്ക് കുറഞ്ഞ റോഡിൽ പോയിട്ടാണ് ഇത് ഓടിക്കണം. അപ്പൊ അവര് ഇത് ആരാ ഓടിക്കാൻ പോണെന്നുള്ള ആ മട്ടില് ആൾക്കാർ നോക്കി നിൽക്കാറുണ്ട് ശരിക്കും. അങ്ങനെ അപ്പം ഈ ആൾക്കാര് ഇങ്ങനെ നോക്കുമ്പോ അല്ലെങ്കിൽ റോഡിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ ഭയങ്കര ചമ്മലായിരുന്നു ആദ്യം. പിന്നെ ഇപ്പൊ അത് മാറിയത് ഇപ്പൊ നമ്മുടെ ഒരു തൊഴില് പോലെ നമ്മുടെ പ്രൊഫഷനാണ്. അതെ, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല. ഏത് വണ്ടി ഓടിക്കുമ്പോഴും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കണ്ടെയ്നർ വെച്ചിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് എന്ത് വലിയ ആൾക്കാരൊക്കെ എനിക്ക് വഴിയിൽ വന്ന് കൈ ഷെയ്ക്കാൻ തരണായിരുന്നു. ആ ടേണിങ് അമ്മ എടുത്തത് കണ്ടാ മതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ, നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ. നല്ല പേടിയായിട്ടാണ് ആ വണ്ടിയിൽ കയറിയത്. കണ്ടെയ്നർ ഒന്നും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. പക്ഷെ ഓടിച്ചപ്പോ ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ഇപ്പം മണിയമ്മ പറഞ്ഞില്ലേ 88-ലാണ് ലൈസൻസ് എടുത്തല്ലേ? 81-ല്. ഈ ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ആ സമയത്ത്, ഇപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്പോഷർ ഒക്കെ ഉണ്ട്, നമ്മള് അറിയാം ഓക്കെ ഇത് പെണ്ണുങ്ങളും ഡീൽ ചെയ്യുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും തീരെ ആൾക്കാർ അത്ര ഫോർവേഡ് ആയിട്ട് വരുന്നൊരു സമയമല്ല. ആ സമയത്ത് ഇത് എത്രത്തോളം എന്റെ ഹസ്ബൻഡിന്റെ ഒരു കണക്ക് കൂട്ടുകല്ലുകളാണ്. എന്ന് വെച്ചാൽ എന്റെ പേരിൽ ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ
സ്കൂൾ തുടങ്ങണമെന്നും. അപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണമെങ്കിൽ നമുക്ക് 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഓക്കെ. പിന്നെ അന്നൊക്കെ 3 വർഷം കഴിഞ്ഞാലേ ഹെവി ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം വീട്ടിൽ കാറുണ്ടായിരുന്നു. അങ്ങനെ ടൂറിസ്റ്റ് നമ്മളൊന്നും അന്നൊന്നും സ്വന്തം യൂസിനൊന്നും വണ്ടി എടുക്കാറില്ല. നമ്മൾക്കൊരു വരുമാനം ഉണ്ടാകാനാണ് ടൂറിസ്റ്റ് ടാക്സി ഓടണ ഒരു സമയമായിരുന്നു. അപ്പൊ വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ ലൈസൻസ് എടുത്തത് 81-ൽ. അത് വീട്ടുകാരും അറിഞ്ഞിട്ടൊന്നുമല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മച്ചനൊന്നും അറിയില്ല. അനിയനും ചേട്ടനും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഫസ്റ്റ് അമ്മ അച്ഛനൊക്കെ അറിഞ്ഞപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? അമ്മ അച്ഛനും അറിഞ്ഞിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെന്താ അവരോട് പറയാതിരുന്നേ? സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അവരിപ്പം പ്രായമുള്ളവരല്ലേ. വേണ്ട, നീ അതിന് ചെയ്യണ്ട, അല്ലെങ്കിൽ നീ പോവണ്ട എന്ന് പറഞ്ഞാല് അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അറിയാതിരുന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. ശരിയാണ്. അപ്പൊ ആ സമയത്ത് ഇപ്പം ഈ നിലവിലത്തെ, അതായത് ഇപ്പോഴത്തെ ഒരു റോഡിന്റെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ചും കൂടി റഷ് കൂടി, ട്രാഫിക്കിലാണെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അങ്ങനെ. പക്ഷെ ആ സമയത്ത് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. റിസ്ക് ഇല്ലെങ്കിലും ഈ വണ്ടി പഠിക്കലൊക്കെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ശരിക്കും മണിയമ്മ എവിടുന്ന് പഠിച്ചത് വണ്ടി ഓടിക്കാൻ? തന്നെ കൂടെ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചതാണ്. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കും ക്ലച്ച് ബ്രേക്ക് ഒക്കെ വേറെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി പഠിപ്പിക്കുക. അന്നൊന്നും അങ്ങനെ ഇല്ല. കൈകാര്യം ചെയ്യണം, തന്നെ കൈകാര്യം ചെയ്യണം. അതിപ്പോ എനിക്കും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ ബ്രേക്ക് ഔട്ടണിന് പകരം പോയി കാല് കൊടുക്കും. കൊറേ കസേരകളൊക്കെ കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ശരി. ആ സമയത്തൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണായിരുന്നല്ലേ നമ്മള്? റോഡിലിറങ്ങുമ്പോ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ കണ്ണടച്ചിരുന്നു എന്നിട്ട് കൈയൊക്കെ വിട്ടിട്ട് കണ്ണും പൂട്ടിയിരുന്നിട്ടുണ്ട്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, അത് ശരി. അപ്പൊ പക്ഷെ അന്ന് അങ്ങനെ പഠിച്ചു തെളിഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങോട്ട് എക്സ്പേർട്ടായി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ റോഡിൽ തിരക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ധൈര്യമുണ്ട്. പണ്ടത്തെക്കാളും കുറച്ചും കൂടി എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ട്. ഇന്നത് ചെയ്താൽ മതി എന്നുള്ളൊരു ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ റോട്ടിൽ കൂടിയുള്ള ഇടയ്ക്കേറ്റം മാത്രമൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതെ, ശരിക്കും നമ്മൾ കാറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് മണിയമ്മയുടെ ഫേവറേറ്റ് കാർ ഏതാന്ന് പറഞ്ഞില്ല. ഇപ്പൊ എനിക്ക് ഓഫ് റോഡൊക്കെ ഓടിച്ചപ്പോ താറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഉയരത്തിലാണ് വണ്ടി. നമുക്ക് ചെറിയ വണ്ടിയിൽ ഇരിക്കുമ്പോ നമ്മ ഇങ്ങനെ ഇരുന്ന് വേണം. അതേസമയം വലിയ വണ്ടിയിൽ ഇരിക്കുമ്പോ നമുക്ക് നല്ലതായിട്ട് ഫ്രണ്ട് കാണും. അതെ അതെ, ശരിയാ. ഇപ്പൊ 4 വീലർ ആണെങ്കിലും അതിലും ഇത്തിരി ഒരു ഹെവി സാധനം വേണം അല്ലേ? അതിതാണ് ഉയരമുള്ള വണ്ടിയിലാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഓ, അത് ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ അതിന് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ ആണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. അതെ. ഇവിടെ ഇപ്പം ഇവിടുന്ന് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടൊരു ഡ്രൈവ് പോയത് എങ്ങോട്ടാണ്? നിലമ്പൂരൊക്കെ പോകും. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഒറ്റയ്ക്ക് എവിടെയും പോവാറില്ല. ഈ 2 വീലറിന് പോണതല്ലാതെ ഒറ്റക്ക് കാറുമായിട്ട് എവിടെയും പോയിട്ടില്ല. പക്ഷെ നിലമ്പൂരൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോയ കഴിഞ്ഞ ഒരു പോക്കിന് 2 വണ്ടിയായിട്ടാ പോയ. അപ്പൊ എന്നെ കൊണ്ട് ഈ ഇത് കുത്തനെ ഇറക്കോ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയിന്ന് അങ്ങനെ ഇറങ്ങണതൊക്കെ അതിനു വേണ്ടിയിട്ട് 2 വണ്ടിയായിട്ട് പോയി. ഒരു വണ്ടിയില് ഈ താറിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതപ്പോ എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയ വണ്ടിയല്ല. ഷൂട്ടിന് വേണ്ടിട്ട് പോയതാണ്? ഷൂട്ടിന് വേണ്ടിട്ട് പോയതല്ല. അന്ന് എന്താ വിഷുവോ ഏതോ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ചാ. ഞങ്ങക്ക് റിസോർട്ട് ഉണ്ട് അവിടെ. അങ്ങനെ പോയതാണ്. ശരിക്കും ഈ ഫാമിലി ആയിട്ടൊക്കെ പുറത്തു പോകുമ്പോ മണിയമ്മയാണോ ശരിക്കും ഡ്രൈവർ? എന്റെ മൂത്തമ്മന്റെ കൂടെ പോയാൽ ഞാനാണ് കംപ്ലീറ്റ് ഡ്രൈവർ. അവരൊക്കെ റിലാക്സ് ചെയ്യൂല. ബാക്കി ഇളയമോനാണെങ്കിൽ വണ്ടിയെ തൊടിയിപ്പിക്കുകയില്ല. അല്ല, റെസ്റ്റ് എടുത്തോട്ടെ. അങ്ങനെ. ഇപ്പൊ നീ ഈ മണിയമ്മനെ കണ്ടിട്ട്
ഇങ്ങനെ ഹെവി വെഹിക്കിളൊക്കെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളുണ്ടാവല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ പേടി മാറാനോ? അതൊക്കെ ഞാൻ പറയാനുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു കാര്യത്തിലും നമ്മൾ പേടിച്ചിരുന്നില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ലെങ്കിലും സംഭവിക്കും. അതിന് എനിക്ക് നല്ല ഉദാഹരണങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കണം, മാറി നിൽക്കരുത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെയ്യുക എന്നാണ്. എനിക്കൊക്കെ ഇപ്പൊ കുറെ നഷ്ടങ്ങൾ വന്നതായിട്ടാണ് ഇപ്പൊ ഈ സമയത്ത് തോന്നണം. നമ്മൾ നല്ല കാലങ്ങളൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മടിച്ചിരിക്കാതെ ആരാണെങ്കിലും നമുക്ക് ചെയ്യാൻ. ഇപ്പൊ ഒരു വണ്ടിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഒരാളെ ആശ്രയിക്കണ്ട. നമുക്കൊന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരാളെ ആശ്രയിക്കാതെ പോയിട്ട് വരാം. എൻ്റെ അമ്മ ഒരു 2 വർഷക്കാലമൊക്കെ കിടപ്പായി പോയി. അപ്പം മിക്കവാറും ശനിയും ഞായറും ഒക്കെ ഞാൻ പോകും. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയി. അതേസമയം ഒരാളെ ആശ്രയിച്ചിട്ടാണ് പോണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ പോയിട്ട് അവർ തിരിച്ചു പോരുമ്പോൾ ഞാൻ പോരേണ്ടി വരും. ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തിയൊക്കെ കിട്ടിയിട്ടുള്ളത് അതാ. എൻ്റെ അമ്മേനെ നല്ല നോക്കാൻ പറ്റിയത് എനിക്ക് ഞാൻ ഈ വണ്ടി ഓടിക്കണോണ്ടാണ്, അറിയാവുന്നോണ്ടാണ്. നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ മക്കളെ ഒന്നിനും കിട്ടൂല. ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതാ ഈ പുറകെ കിടക്കുന്ന ഐറ്റം ഒക്കെ കണ്ടല്ലോ, ഇതൊക്കെ റോഡിൽ കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിലൊരു ഹാർട്ട് ബീറ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ പക്ഷേ ഇപ്പോൾ മണിയമ്മ ഇവിടെ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ ഓടിച്ചിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടപ്പോൾ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് പറ്റും, നമ്മളും ട്രൈ ചെയ്താൽ നടക്കും എന്ന്. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും കൊടുത്തതിന് താങ്ക് യു സോ മച്ച് മണിയമ്മ. എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാവരും ഇത് തന്നെ ഞാനൊരു ഇൻസ്പിറേഷൻ ആകുക, അതെല്ലാവർക്കും മീഡിയയിലോട്ട് എത്തിച്ച ആർക്കെങ്കിലുമൊക്കെ ഇതിനെ കൊണ്ടൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് എനിക്ക് ചാരിതാർത്ഥ്യം. അതെ, അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന്, ഇതൊക്കെ ഓടിച്ചിങ്ങനെ കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് മണിയമ്മ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.